എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എറണാകുളം മഡ്ഗോൺ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഇന്ന് തൃശ്ശൂർ വരെ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും പിന്നെ കുറച്ച് ദൃശ്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. ആ വണ്ടി നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ്. തിങ്കളും ശനിയും എല്ലാ ദിവസവും 1 മണിക്ക് പോകുന്ന ഒരു വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ് ഇപ്പോൾ പോയത്. നമ്മുടെ വണ്ടി കൃത്യം 1:25 ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടും. ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഷൊർണൂർ വഴിയാണ് ഇത് ഗോവയിലോട്ട് ഇത് പോകുന്നത് ഈ വണ്ടി. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ തിരക്കില്ല. സാധാരണ ഈ സമയത്ത് ഭയങ്കര തിരക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഈ സമയത്ത് ജാംനഗർ എക്സ്പ്രസ്സും പിന്നെ നേത്രാവതി എക്സ്പ്രസ്സും ഇപ്പോൾ ഈ ടൈമിൽ തന്നെ വരും. ജാംനഗർ എക്സ്പ്രസ് 12:55 വന്നിട്ട് 5 മിനിറ്റ് നിന്നിട്ട് 1 മണിയാകുമ്പോൾ പോവും. പിന്നെ നേത്രാവതി എക്സ്പ്രസ് 1:15 ഇവിടെ എറണാകുളം ജംഗ്ഷൻ വരും. അപ്പോൾ ആളുകളെല്ലാം നേത്രാവതി എക്സ്പ്രസ്സിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 1:27 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ പുറകിൽ നേത്രാവതി എക്സ്പ്രസ് ഉണ്ട്. നേത്രാവതി എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം LTT സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. LTT എന്ന് പറഞ്ഞാൽ ലോകമാന്യത്തിൽ മുംബൈയിലോട്ട് എല്ലാ ദിവസവും കേരളത്തിൽ നിന്നുള്ള വണ്ടിയാണ് നേത്രാവതി എക്സ്പ്രസ്. അപ്പോൾ ആ വണ്ടി പുറകിലുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി സൂപ്പർഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടീനെ വേഗം വിട്ടു. അതുമാത്രമല്ല, നേത്രാവതി എക്സ്പ്രസ് 15 മിനിറ്റ് ലേറ്റാണ്. അത് വേറെ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ വണ്ടി വിട്ടു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റോപ്പ് ആലുവ, അത് കഴിഞ്ഞാൽ തൃശ്ശൂർ, പിന്നെ അത് കഴിഞ്ഞാൽ ഷൊർണൂർ, പിന്നെ അങ്ങനെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തോട്ട് നേരെ മംഗലപുരം വഴി നേരെ മഡ്ഗോൺ ഗോവയിലോട്ട് ഇത് പോകും. അപ്പോൾ നമ്മുടെ വണ്ടി 2 മിനിറ്റ് ഡിലേ ഉള്ളൂ. അപ്പോൾ നോക്കാം ഇനി ഡിലേ ഉണ്ടാവോ, ഓൺ ടൈമിൽ ഓടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നല്ല സ്പീഡാണ് കേട്ടോ. വിട്ടോടനെ നല്ല സ്പീഡാണ്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ, ഈ ട്രെയിനിൻ്റെ മുന്നിൽ ജാംനഗർ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടി ലേറ്റ് ആയാൽ നമ്മുടെ വണ്ടിയും ലേറ്റ് ആവും. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ ട്രെയിൻ തിങ്കളാഴ്ച 1:25 ഇന്ന് പുറപ്പെട്ട് നാളെ 3:15 വെളുപ്പിന് ഇത് ഗോവയിലെത്തും, മഡ്ഗോൺ ജംഗ്ഷനിലെത്തും. ഇത് 10 മണിക്ക്, ചൊവ്വാഴ്ച 10 മണിക്ക് ഇത് ഗോവ സമ്പർക്രാന്തി എക്സ്പ്രസ് ആയിട്ട് ഇത് ചണ്ഡീഗറിലോട്ട് പോകും. ഈ ചണ്ഡീഗറിൽ നിന്ന് ഈ വണ്ടി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:15 പുറപ്പെട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച ഒരു 1:10 ആകുമ്പോൾ, ഞായറാഴ്ച വെളുപ്പിന് 1:10 ആകുമ്പോൾ ഇത് മഡ്ഗോൺ ജംഗ്ഷനിൽ വീണ്ടും എത്തും. പിന്നെ ഈ മഡ്ഗോൺ ജംഗ്ഷനിൽ നിന്ന് ഇത് രാത്രി 9 മണിക്ക് പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പുറപ്പെടും. അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പിന്നെ 1:25 വീണ്ടും എറണാകുളം മഡ്ഗോണായിട്ട് തിരിച്ചു പോകും. ഇങ്ങനെയാണ് ഈ വണ്ടി റൈഡ് ഷെയറിങ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പരശുറാം എക്സ്പ്രസ് ആണ്. ആളുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പരശുറാം എക്സ്പ്രസ്. അപ്പോൾ ഇത് ആലുവ കഴിഞ്ഞ് ഇത് കോട്ടയം ഭാഗത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പരശുറാം എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ വണ്ടി പതിയെ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. 10 മിനിറ്റ് ഡിലേ ഉള്ളൂ. പക്ഷേ ഇനി തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ എത്ര മിനിറ്റ് ഡിലേ ആവുമെന്ന് അറിയില്ല. ഇനി 10 മിനിറ്റ് ഡിലേ ഉള്ളൂ. അപ്പോൾ ആലുവയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു. നമ്മുടെ ഫ്രണ്ടിൽ ജാംനഗർ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഈ ജാംനഗർ എക്സ്പ്രസ്സിന് എത്രത്തോളം വൈകുന്ന അതിനനുസരിച്ച് വൈകുന്നതിനനുസരിച്ചാണ് ഈ വണ്ടിയും വൈകും. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ എറണാകുളം മഡ്ഗോൺ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇപ്പോൾ ആലുവയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ബാക്കിൽ നേത്രാവതി എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഇത് വൈകുമ്പോൾ നേത്രാവതി എക്സ്പ്രസ്സും വൈകും. അപ്പോൾ
ഒരു വണ്ടി ഓൺ ടൈമിൽ ഓടിച്ചില്ലെങ്കിൽ മറ്റേ വണ്ടികളൊക്കെ ബാധിക്കും, യാത്രക്കാരെയും ബാധിക്കും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരതാണ്. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനാകെ 8 കോച്ചസ് ഉള്ളൂ. നല്ല സ്പീഡുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയി. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലാസ്റ്റ് ഭാഗം മാത്രമേ ഈ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗോവയിലോട്ട് മഡ്ഗോൺ ജംഗ്ഷനിലോട്ട്, ഗോവ എന്ന് പറഞ്ഞാൽ മഡ്ഗോൺ ജംഗ്ഷനിലോട്ട് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും 2 ട്രെയിനും മാത്രമേ ഉള്ളൂ. ഒന്ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഹസ്രത്ത് നിസാമുദ്ദീൻ, അത് 10:30 പുറപ്പെട്ട് പിറ്റേ ദിവസം 1:10 വെളുപ്പിന് 1:10 മഡ്ഗോൺ ജംഗ്ഷനിലെത്തും. പിന്നെ ഉള്ളത് നേത്രവതി എക്സ്പ്രസ്, അത് 1:15 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് ഇത് പിറ്റേ ദിവസം വെളുപ്പിനെ 3:50 ആകുമ്പോൾ ഇത് മഡ്ഗോൺ ജംഗ്ഷനിലെത്തും. ഇങ്ങനെ ഡയറക്റ്റ് 2 ട്രെയിൻ മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ മഡ്ഗോൺ ജംഗ്ഷനിലോട്ട്. പിന്നെ കുറേ വീക്ക്ലി ട്രെയിനുകളുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം, പിന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം, പിന്നെ തുരന്തം ഉണ്ട്. അങ്ങനെ കുറേ വീക്കിലി വണ്ടികളുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ഉള്ളത് ഈ 2 ട്രെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി 72 km/h സ്പീഡിലാണ് തൃശ്ശൂർ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാസഞ്ചർ ട്രെയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്പീഡ് കുറവാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, തേന ഒരു വന്ദേ ഭാരത് അവിടെ കിടക്കുന്നുണ്ട്. ഇത് ഏത് വന്ദേ ഭാരതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കുറച്ച് മുന്നേ ബാംഗ്ലൂർ വന്ദേ ഭാരത് പോയി. പിന്നെ ഉള്ളത് നമ്മുടെ മംഗലാപുരം വന്ദേ ഭാരത്, അതും ഏകദേശം ആലപ്പുഴ കഴിഞ്ഞിട്ട്. ഏത് വന്ദേ ഭാരതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് എന്താ വല്ല MT റേക്ക് വല്ല ആണോ എന്ന് എന്താണെന്നറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം നെല്ലായി എത്തിയപ്പോഴാണ് നമ്മുടെ എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ നമ്മുടെ എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ ഗുരുവായൂരിൻ്റെ 1:30 പുറപ്പെട്ട് 4 മണിക്ക് എത്തുന്നൊരു പാസഞ്ചർ. നമ്മളിപ്പോൾ നെല്ലായി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നെല്ലായി അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി 2:50 ലേറ്റായി. ഞാനപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വരാൻ ഞാൻ എറണാകുളം എക്സ്പ്രസ്സിൽ തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എറണാകുളം എക്സ്പ്രസ്സിൽ നിന്ന് ഓൺ ടൈമാണ്, അതുകൊണ്ട് ആ വണ്ടി പോയി. ഇനിയിപ്പോൾ അടുത്ത ഒന്നല്ലെങ്കിൽ വയനാട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ, അല്ലെങ്കിൽ കേരള, ഇതിലേതെങ്കിലും ട്രെയിനിൽ തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.